പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 38-ാം ദിനം. പോർച്ചുഗീസ് രാജാവായിരുന്ന ജോൺ രണ്ടാമൻ ബർത്തലോമിയ ഡയസ് എന്ന ഒരു നാവികനെ സമുദ്ര പര്യവേക്ഷണത്തിനായി നിയോഗിച്ചു. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്കും തുടർന്ന് ഇന്ത്യയിലേക്കുമുള്ള സമുദ്രപാത കണ്ടെത്തുകയായിരുന്നു ബർത്തലോമിയയുടെ നിയോഗം. ലിസ്ബണിൽ നിന്നും 16 മാസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ആഫ്രിക്കയുടെ ദക്ഷിണ തീരത്തുള്ള ഒരു മുനമ്പിൽ എത്തിച്ചേർന്നു. എപ്പോഴും കോളിളക്കങ്ങളും കൊടുങ്കാറ്റുകളും നിറഞ്ഞ കടലായിരുന്നു അവിടുത്തേത്. അതിനാൽ ബർത്തലോമിയോ ആ മുനമ്പിന് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. പിന്നീടൊരു യാത്രയിൽ ഇതേ സ്ഥലത്തു വെച്ച് അദ്ദേഹത്തിന്റെ കപ്പൽ കടൽക്ഷോഭത്തിൽ ഏതാണ്ട് തകരുന്ന നിലയിലായി. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് കപ്പലിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ കൈകളിലെടുത്തുയർത്തി ബർത്തലോമിയോ ഡയസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, നിഷ്കളങ്കനായ ഈ കുഞ്ഞിനെ പ്രതി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പെട്ടെന്ന് കൊടുങ്കാറ്റ് ശമിച്ചു. കടൽ ശാന്തമായി. അപകടമൊന്നുമില്ലാതെ കപ്പൽ തീരമണഞ്ഞു. നഷ്ടപ്പെട്ട പ്രതീക്ഷകളെല്ലാം വീണ്ടു കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ആ മുനമ്പിനെ പുനർനാമകരണം ചെയ്തു. ശുഭപ്രതീക്ഷയുടെ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. പിന്നീട് പോർച്ചുഗീസ് രാജാവ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഈ മുനമ്പിനെ ഔദ്യോഗികമായി തന്നെ ശുഭപ്രതീക്ഷയുടെ മുനമ്പ് എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. പ്രക്ഷുബ്ധമായ കടലാണെങ്കിലും ഇന്ത്യയിലേക്കും മറ്റ് പൂർവ്വദേശങ്ങളിലേക്കുമുള്ള സമുദ്രപാതകൾ കണ്ടെത്താൻ സഹായിച്ച ഇടമെന്ന നിലയിൽ ഈ മുനമ്പ് ശുഭപ്രതീക്ഷയുടെ മുനമ്പായി തീർന്നു. കൊടുങ്കാറ്റ് നിറഞ്ഞ ഇടങ്ങളിലും ദൈവം കടന്നു വരുമ്പോൾ ശുഭപ്രതീക്ഷയുടെ മുനമ്പുകൾ തെളിയും. കണ്ണുനീര് നിറഞ്ഞ ഇടങ്ങളിൽ ദൈവം ഇറങ്ങി വന്നാൽ സന്തോഷത്തിന്റെ അരുവികൾ ഒഴുകും. ദാഹിച്ചു തളർന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കണ്ടെത്തിയ വെള്ളം കുടിക്കാനാകാത്ത വിധം കയ്പുള്ളതായിരുന്നു. എന്നാൽ അതേ ജലം തന്നെ മധുരപാനീയമാക്കി ദൈവം അവരുടെ ദാഹം ശമിപ്പിച്ചു. മുൻപിലുള്ള ചെങ്കടൽ രക്ഷപ്പെടാനുള്ള എല്ലാ പ്രതീക്ഷകളും അടച്ചുകളയുന്ന ഘടകമായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്. എന്നാൽ ദൈവ സാന്നിധ്യത്താൽ അതേ കടൽ തന്നെ അവർക്ക് രക്ഷാമാർഗവും അവരുടെ ശത്രുക്കൾക്ക് നാശകാരണവുമായി തീർന്നു. ആയതിനാൽ പ്രക്ഷുബ്ധമായ ജീവിതരംഗങ്ങൾ നമ്മെ തളർത്തരുത്. വഴിമുടക്കികളായ ചെങ്കടലുകളുടെ മുൻപിൽ പതറിപ്പോവരുത്. കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരാതെയും പ്രതിബന്ധങ്ങൾ മാറാതെയും ഇരിക്കുമ്പോഴും ദൈവമക്കൾക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രം മതി. അതിനായി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കൊടുങ്കാറ്റിന്റെ മുനമ്പിനെ ശുഭപ്രതീക്ഷയുടെ മുനമ്പാക്കി മാറ്റിയ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നാലും മാറായിലെ കയ്പ് നിറഞ്ഞ വെള്ളത്തെ മധുരമാക്കി മാറ്റിയ കർത്താവേ, എൻ്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നാലും ചെങ്കടലിന് നടുവിൽ രക്ഷാമാർഗം സൃഷ്ടിച്ച കർത്താവേ, എൻ്റെ പ്രതിബന്ധങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി വന്നാലും. ആമേൻ. സസ്നേഹം, ഈപ്പനച്ചൻ.